എരിയുന്ന തീച്ചുളയിലേക്ക് കൈകാലുകൾ കെട്ടി ബന്ധിക്കപ്പെട്ടവരെ തള്ളണമെന്നും ദാനിയേലിന്റെ അടുക്കൽ ചെന്ന് പരാതിപ്പെട്ടവരുണ്ട്. ക്ഷമിക്കണം, ദാനിയേലല്ല, നെബൂഖദ്നേസർ രാജാവിന്റെ അടുക്കൽ ചെന്ന് പരാതിപ്പെട്ടവരുണ്ട്. പരാതിപ്പെട്ടവരുടെ ഉള്ളത്തിനകത്ത് ഇവരോടുള്ള സ്നേഹം കൊണ്ടോ നെബൂഖദ്നേസർ രാജാവിനോടുള്ള സ്നേഹം കൊണ്ടോ ഇതൊന്നുമല്ല. പക്ഷേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥാനമില്ലാതാക്കണം എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ചിന്ത. ശത്രു ചിലരെ ആ നിലകളിൽ കൈകളിൽ എടുത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടെ കാണുക, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീച്ചൂളയിൽ ഇടണമെന്ന് അതിന്റെ പിന്നിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിച്ച് നെബൂഖദ്നേസർ രാജാവിനെ വിഷയം ഉണർത്തിക്കുന്നവന്റെ പിന്നിൽ, അവന്റെ ഈ ചിന്തകൾക്ക് പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ഇനി നെബൂഖദ്നേസർ രാജാവാകട്ടെ താൻ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന സ്വർണബിംബത്തെ വണങ്ങാതെ തന്റെ രാജ്യത്ത് ഒരുത്തിനും ജീവിക്കുവാൻ പറ്റത്തില്ല എന്ന് വെല്ലുവിളിക്കുകയും ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിന്റെ ചില മനോഭാവത്തിനും എതിരായിക്കൊണ്ട് ഇവർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരു ചിന്തയുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തവർ എൻ്റെ രാജ്യത്ത് താമസിക്കുവാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു ഭരണാധികാരി ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലും കോപം ജ്വലിക്കുവാനായിട്ടിടയായി തീർന്നു. പക്ഷേ ഇവിടെ എന്നെ ചിന്തിപ്പിച്ചത്, തീച്ചൂളയിലേക്ക് ഇവർ വീണു പോയി എങ്കിലും തീച്ചൂളയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഈ നെബൂഖദ്നേസർ രാജാവ് തന്നെ കൽപ്പിക്കണം. ഇതിനാണെന്നല്ലേ അതിനകത്തേക്ക് തള്ളിയിട്ട് ഇവരുടെ പതനവും ഇവരുടെ ജീവിതത്തിന്റെ അവസാനവും എരിഞ്ഞടങ്ങുന്നത് കാണുവാൻ ആഗ്രഹിച്ചവൻ അവൻ തന്നെ പറയണം, ഇവരുടെ ദൈവം അത്യുന്നതനായ ദൈവമെന്നും ജീവിക്കുന്നവനാണെന്നും ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. നമ്മുടെ ജീവിതമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിക്കുമ്പോഴും നീ സ്തോത്രം പറയുമ്പോഴും നീ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോഴും നിന്നെ കളിയാക്കിയവരും നിന്നെ പുച്ഛിച്ചവരും നിന്റെ പ്രാർത്ഥനയെ പുച്ഛിച്ചവരും നിന്റെ വിശ്വാസ ജീവിതത്തെ വിവിധ നിലകളിൽ നിന്നെ കളിയാക്കിയവർക്കൊക്കെ ഒരു മറുപടിയുടെ ഒരു സമയമാണ് കടന്നു പോകുന്ന തീച്ചൂളയുടെ സമയങ്ങളെന്ന് ഞാൻ ഓർപ്പിക്കുക. ഈ തീച്ചൂളയുടെ സമയങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് തന്നെ ജീവനുള്ള ദൈവം, നീ സേവിക്കുന്ന ദൈവമാണെന്ന് പറയിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പദ്ധതി അതിനകത്തുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം.